നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ DNA പരിശോധനാ ഫലം വൈകുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരം. പരിശോധന വേഗത്തിലാക്കാൻ ഇപ്പോൾ 160 വിദഗ്ധരെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. കിരീടാവശിഷ്ടങ്ങളെ തിരച്ചിൽ ഇന്നും തുടരും. അതുപോലെ തന്നെ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുന്നുണ്ട്. ഫലം ലഭിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. നമുക്ക് ശരത്ലാലിനോട് ചോദിക്കാം. ശരത്ലാൽ അഹമ്മദാബാദിലുണ്ട്. എന്താണ് ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്ന്? ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ DNA പരിശോധനാ ഫലം അതിപ്പോൾ എത്ര പേരുടെ പരിശോധന പൂർത്തിയായി, എത്ര മൃതദേഹങ്ങൾ വിട്ടു നൽകി, ആ തുടങ്ങിയ കാര്യങ്ങളൊരു അപ്ഡേറ്റ്. പിന്നെ ഈ ദുരന്തഭൂമിയിലെ തിരച്ചിൽ അത് ഇന്നും തുടരുമോ? ദൗത്യമൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് ശരത്ത്? സേതുലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട വിവരം. എന്നാൽ രഞ്ജിതയുടെ DNA പരിശോധന ഫലം വൈകുമെന്നു തന്നെയാണ്. അപ്പോൾ കാരണം ഇപ്പോൾ ഇതുവരെ ഈ 3 ദിവസമായിട്ട് ഇപ്പോൾ 12-ാം തീയതിയാണ് ദുരന്തം നടന്നത്. അതിനുശേഷം 19 റിസൾട്ട് മാത്രമാണ് ഇതുവരെ പുറത്തേക്ക് വന്നത്. ബാക്കിയുള്ളത് DNA ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കും. 19 പേരെ DNA ഫലമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞത്. 9 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. ഈ 9 ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുത്തത്. അതുതന്നെ ജയലക്ഷ്മി, അതുതന്നെ റെസിഡൻസ് ഡോക്ടർമാരുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുത്തതിൽ ഭൂരിപക്ഷവും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ 5 മണിയോടെ തന്നെ ഇവിടെ ദുരന്ത സ്ഥലത്ത് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. നമുക്ക് ചിത്രങ്ങൾ കാണാം. കാരണം പിന്നെ NSG കമാൻഡോസിന് ആണ് ആദ്യം തെരച്ചിലിനെത്തിയത്. അവർ ഹോസ്റ്റലും പരിസരവും ഒക്കെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധനയാണ്. ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത് AAIB ആണ്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ആ ബ്യൂറോനാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കോർഡിനേഷന്റെ ചുമതല. അവരാണ് അന്വേഷണം. അവർ രാവിലെ തന്നെ അവരെത്തുകയും അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് അവരോടൊപ്പമുണ്ട്. യാത്രക്കാരുടെ ബാഗേജുകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ആദ്യഘട്ടം. ഈ പരിശോധന NSG സ്കാൻ ചെയ്ത ശേഷം അതിൽ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. രഞ്ജിതയുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് DNA ടെസ്റ്റ് വരാൻ കാലതാമസം എടുക്കുമെന്നാണ് അവരെ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് DNA ടെസ്റ്റ് വന്ന ശേഷം മാത്രമാണ് രഞ്ജിതയുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുവരെ അഹമ്മദാബാദിൽ തുടരും എന്ന് തന്നെയാണ് രഞ്ജിതയുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി DNA ടെസ്റ്റ് അല്ലെ DNA ഫലം വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ മറ്റൊരു വളരെ ദുഃഖകരമായ കാര്യം എന്ന് വെച്ചാൽ കുറേ പക്ഷികളും അതേപോലെ തന്നെ നായ്ക്കളും ഒക്കെ ഇതിലേക്ക് വെന്തെരിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സും മറ്റ് ആൾക്കാരും പറയുന്നത്. മനുഷ്യനുള്ള തെരച്ചിലിനിടയ്ക്ക് ഈ നായ്ക്കളെയും പക്ഷികളുടെയും പ്രാവുകളൊക്കെ നിരവധി പ്രാവുകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അത്രയും ഒരു ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും കരിഞ്ഞുപോയി എന്നൊരു അവസ്ഥയും കൂടി ഇപ്പോഴാണ് അവർ ഇത് സംബന്ധിച്ച് ആനിമൽ ആംബുലൻസിൽ എടുത്ത് ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളിൽ ഒക്കെ കാരണം മനുഷ്യനോടൊപ്പം തന്നെ പ്രകൃതിയിലും ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വേണം പറയണം സേതുലക്ഷ്മി. ഏതായാലും തെരച്ചിൽ ഇന്നും തുടരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. സേതുലക്ഷ്മി, അഹമ്മദാബാദിൽ നിന്ന് ശരത്ലാലാണ് അവിടുത്തെ പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.